ഖത്തറിൻ്റെ സിഗ്നേച്ചർ ഡിഷായ മജ്ബൂസ് ആണ് ഉണ്ടാക്കുന്നത്. റെസിപ്പി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചോളി. അടിപൊളിയാണ് കേട്ടോ. 2022 വേൾഡ് കപ്പ് ആതിഥേയരായിരുന്നെങ്കിലും ഒരു മത്സരം പോലും ജയിക്കാനാവാതെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ഖത്തർ ഇത്തവണ കൂടുതൽ അനുഭവ സമ്പത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ടൂർണമെന്റിലെത്തിയത്. സ്പാനിഷ് പരിശീലകനായ ജൂലൻ ലോപ്പറ്റേഗിയുടെ നേതൃത്വത്തിൽ ടീം ഏഷ്യൻ ചാമ്പ്യന്മാരുടെ പ്രധാന കോർ നിലനിർത്തിയാണ് ഇപ്പോൾ കളിക്കുന്നത്. അഫീഫിന്റെ അറ്റാക്കിംഗ് ക്രിയേറ്റിവിറ്റിയും അൽമോയസ് അലിയുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റിയും ഖത്തറിന്റെ മുന്നേറ്റത്തിന് നിർണായകമാണ്. ഗ്രൂപ്പ് ബിയിലാണ് ഖത്തർ ഉൾപ്പെട്ടിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ഖത്തർ 1-1 സമനില നേടി. ശക്തമായ എതിരാളികൾക്കെതിരെ നേടിയ ഈ പോയിന്റ് ടീമിന് ആത്മവിശ്വാസം നൽകി. എന്നാൽ രണ്ടാം മത്സരത്തിൽ കാനഡയ്ക്കെതിരെ 6-0 എന്ന കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രതിരോധത്തിലെ പിഴവുകളും 2 ചുവപ്പ് കാർഡുകളും മത്സരത്തിന്റെ ഗതി മാറ്റി. അടുത്ത മത്സരത്തിൽ ബോസ്നിയയെ നേരിടാനിരിക്കുകയാണ് ഖത്തർ. നോക്കൌട്ട് സാധ്യത നിലനിർത്താൻ ഈ മത്സരം നിർണായകമാണ്. ഈ വേൾഡ് കപ്പിൽ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രത്യേകതയും ഖത്തർ ടീമിനുണ്ട്. കണ്ണൂർ വേരുകളുള്ള 19-കാരനായ തഹസിൻ മുഹമ്മദ് ജംഷിദ് ഖത്തർ സ്ക്വാഡിൽ ഇടം നൽകിയിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടുന്ന ആദ്യ മലയാളി താരമെന്ന നേട്ടവും തഹസിന് സ്വന്തമാണ്. ദോഹയിൽ ജനിച്ച തഹസിൻ അൽ ദുഹൈർ ക്ലബിന്റെ വിങ്ങറായാണ് കളിക്കുന്നത്. തഹസിന്റെ സാന്നിധ്യം കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കും വലിയ അഭിമാന നിമിഷമാണ്. ബോസ്നിയക്കെതിരെയുള്ള ഇന്നത്തെ മത്സരം ഖത്തറിന്റെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഈ വെല്ലുവിളി മറികടന്ന് മുന്നോട്ട് പോകാൻ ഖത്തറിനാവുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.